ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ട്രിപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ ഔട്ടിങ്, ഈവനിങ് ഔട്ടിങ് എന്നൊക്കെ പറയത്തില്ലേ, അതാ. ആൻഡ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഉമ്മയും ഇത്തായും ഇക്കായും അനിയനും പിന്നെ ഷാമിലും പിന്നെ എമിബോയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും കൂടെ ഒരു കുഞ്ഞ് ഫാമിലി ഔട്ടിങ്ങിന് പോയേക്കോട്ടോ. വേറെ എവിടേക്കോ അല്ല, നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം മൺട്രോതുരത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ഔട്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ സ്പെഷ്യലായിട്ടുള്ളൊരൊന്നാണേ. അപ്പം ഞങ്ങൾ ആദ്യമേ നേരെ ചെന്നത് മൺട്രോതുരത്തുള്ള ഒരു എസ്കർവ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അതേ ഇതാട്ടോ ആ സ്ഥലം എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. ഞങ്ങൾ സൺഡേ ഈവനിങ്ങാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ ബോട്ടുകൾ വരും. അവിടെ പോയി രജിസ്റ്ററിൽ നമ്മൾ ആദ്യമേ രജിസ്റ്റർ ചെയ്യണം. അതനുസരിച്ചായിരിക്കും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോവാം. ഞങ്ങൾ കുറേ നേരം നിന്നിട്ട് ഞങ്ങൾക്ക് ബോട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷേ ആ ഈവനിങ് അവിടെ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഞങ്ങൾ ചെന്നപ്പം വൈകുന്നേരം ഒരു മഴേൻ്റെ കാറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൺസെറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ആ കിട്ടിയ സമയത്ത് ഇവർ രണ്ടുപേരും അളിയൻ ജിയും എൻ്റെ അനിയനും കൂടി അവർ കയാക്കിങ്ങിന് പോയി. എന്തോ എമി ഇതിനൊക്കെ എമിക്ക് പറയാനുള്ളത്? എമി എന്തോ ഇതിനൊക്കെ പറയാനുള്ളത്? അതെ, പറഞ്ഞതുപോലെ തള്ളി വെള്ളത്തിടാനാണ് തോന്നിയത്. അപ്പം ഈ സ്പോട്ടെന്ന് പറയുന്നത് മൺട്രോ എസ്കർ വ്യൂ പോയിൻ്റ് എന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ കുറേ നേരം നിന്നിട്ട് ഞങ്ങൾക്ക് ബോട്ടൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങളുടെ സുധീർക്കായെ വിളിച്ചിട്ട് ഇക്കായുമായിട്ട് ഞാൻ ഇതിന് മുമ്പ് മൺട്രോതുരത്ത് വന്നിട്ടുണ്ട്. അപ്പം ആൾക്ക് ഭയങ്കര വലിയ ഹോൾഡാണ്. അങ്ങനെ ആൾ വഴി ഞങ്ങൾക്കൊരു ബോട്ട് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് ഞങ്ങൾ വഞ്ചിമുക്കി വന്നിട്ടാട്ടോ കയറിയത്. അതെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ബോട്ടായിരുന്നു, മറ്റേ റൂഫൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച കാറ്റൊന്നും കിട്ടില്ല, ശോകമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ പോയപ്പോഴത്തേക്ക് ഗൈസ്, ഇറ്റ്സ് സൂപ്പർ ഡ്യൂപ്പർ. ഫസ്റ്റ് കയറി ഞങ്ങൾ ആ ഒരു ഫ്രണ്ടിൽ പോയി നിന്ന കേട്ടോ. പോയി നിന്നപ്പോൾ തന്നെ അതെന്ന് പറയുന്നത് ഒരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഫുള്ള് കാം, ഗ്രീൻ, പീസ്ഫുൾ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞ് ഡ്രൈവറിനെയും കൂടെ കിട്ടിയായിരുന്നു കേട്ടോ. ഈ നിൽക്കുന്ന എമിച്ചെറുക്കനായിരുന്നു ഞങ്ങളുടെ ഡ്രൈവർ. ഹാപ്പിയായോ? താങ്ക്സ് ടു സുധീർക്ക. എങ്ങനെയുണ്ട്? അടിപൊളി. ബോട്ട് അറേഞ്ച് ചെയ്തത് സുധീർക്കായുടെ 2 വാക്ക്. ഞങ്ങൾക്കൊരു പുതിയ ബോട്ട് ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. ഡ്രൈവർ ഹായ്, സ്പീഡ് കുറയ്ക്കാവോ? പിന്നെ ഈ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന പോലെ ഒന്നല്ല. നമുക്ക് ആ ഒറിജിനൽ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോയിലോ വീഡിയോയിലോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്കും കിട്ടില്ലായിരുന്നു ഗൈസ്. പിന്നെ ഈ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തതിന് മുതൽ ഒരു മാജിക്കൽ ഫീലായിരുന്നു. ലൈക്ക് ഫുള്ള് ചുറ്റിനും വാട്ടർ. നമ്മളെ ആ ഒരു ബോട്ട് മാത്രമേ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോയ ഭംഗി എന്ന് പറയുന്നത് ഇറ്റ്സ് കിട്ടില്ല ഗൈസ്. ഭയങ്കര കാം ആൻഡ് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും ആ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നല്ല ചില്ല് ചെയ്തിട്ടായിരുന്നു കേട്ടോ പോയത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കുറേ സംഭവങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ എടുക്കാൻ. കാരണം എന്താ പറയുക, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ജസ്റ്റ് ടേക്സ് ഓവർ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ പോയത് നമ്മുടെ സ്വന്തം ഫാമിലിൻ്റെ കൂടെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ട്രിപ്പ് ഫുൾ ഓണായിരുന്നു. ബോട്ടിലിരുന്ന് ഫുൾ ഓഫ് ഫൺ ടോക്സ്, എന്താ പറയുന്നത്, എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക ഒക്കെയായിരുന്നു. പിന്നെ ആളിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ ഒരു കുഞ്ഞ് കണ്ടൽക്കാട്ടിലേക്ക് കൊണ്ടുപോകും. നടുക്ക്, അതായത് കായലിൻ്റെ നടുക്ക് ഒരു ഇതേപോലത്തെ കാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ എന്താ പറയുക, ചാടി ഇറങ്ങിയിട്ട് ഞങ്ങളുടെ എല്ലാം കുറച്ച് ഈവനിങ് ആയതുകൊണ്ട് അധികം നേരമൊന്നും നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിക്കാട്ടോ വന്ന് ബോട്ടിൽ തന്നെ കയറിയത്. മാക്സിമം 7 മണി വരെയൊക്കെ എന്താ പറയുക, അതിനുള്ളിൽ നമ്മൾ തിരിച്ച് കയറണം. അപ്പം ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് അധികം ടൈമൊന്നും കിട്ടിയില്ല. ഒരു മാക്സിമം ഒരു 10 മിനിറ്റ്സ് ഞങ്ങൾ അവിടെ നിന്ന്. പിന്നെ ഈ ബോട്ട് ഉണ്ടോ, അവരുടെ എൻജിൻ കംപ്ലയിൻ്റ് ആയിട്ട് അവരവിടെ നിൽക്കുക. അവരും ഇതേപോലെ ട്രിപ്പ് ഔട്ടിങ് വന്നതായിരിക്കണം. അപ്പം അവർക്കും പിന്നെ അവരവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നത് അവർക്കൊരു മാലാഖയെ പോലെ തോന്നിയിട്ടുണ്ടാവും. ഞങ്ങളായിരുന്നു പിന്നെ ഞങ്ങളുടെ ബോട്ടിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ട് കുറേ ദൂരം കൊണ്ടുപോയത് ഞങ്ങളായിരുന്നു. അപ്പം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പോകാൻ സ്റ്റാർട്ട് ചെയ്ത്. ഇതെന്ന് പറയുന്ന അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഒരു സ്പോട്ട് എത്തിയപ്പം ഒരു കര എത്താറായപ്പോഴത്തേക്ക് അവർ
തുഴഞ്ഞ് അവരുടെ സ്ഥലത്തേക്ക് തന്നെ പോയിട്ടുണ്ട്. ഈവനിങ് പോയി സൺസെറ്റൊക്കെ കണ്ട് അടിപൊളിയാക്കി തിരിച്ചു വരാം എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു പോയത്. പക്ഷേ സൺസെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വി ആർ ഹാപ്പി. കാരണം സൺസെറ്റ് ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, മഴക്കാറിൻ്റെ ആ ഒരു ക്ലൈമറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. തിരിച്ച് വരുന്ന വഴി നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ, അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എന്തായാലും മൺട്രോത്തുരുത്ത് ഈസ് നോട്ട് ജസ്റ്റ് എ ബോട്ടിംഗ് സ്പോട്ട്, ഇറ്റ്സ് എ ഫുൾ ഓഫ് എക്സ്പീരിയൻസ് എന്നാണെങ്കിൽ പറയാം. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിൽ കൂടെ കിട്ടിയത്. ഈ ബോട്ടിൻ്റെ ആ ഒരു ട്രിപ്പ് അവസാനിച്ച് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലൈക്ക് അയ്യോ കുറച്ചും കൂടി വേണമായിരുന്നു എന്നുള്ളൊരു ഫീലാണ്. ആൻഡ് സോ ഇഫ് യു ആർ സമൺ ഹൂ ലവ്സ് നേച്ചർ, പീസ് ആൻഡ് ലിറ്റിൽ അഡ്വഞ്ചർ, മൺട്രോത്തുരുത്ത് ബോട്ടിംഗ് ഈസ് എ മസ്റ്റ് ട്രൈ ഐറ്റം ഗൈസ്. അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.